യുഎസിന്റെ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര വിപണിയിൽ തങ്ങളുടെ നിലപാടുകൾ ശക്തമാക്കി റഷ്യ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യ. ഇത് റഷ്യ ഇന്ത്യ ബന്ധത്തിലെ മറ്റൊരു നിർണായക നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. യുഎസ് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവകൾക്ക് പിന്നാലെയാണ് റഷ്യയുടെ ഈ പ്രഖ്യാപനം എന്നത് ഈ തീരുമാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഊർജ നയതന്ത്ര സഹകരണങ്ങൾ ആഴത്തിൽ വേരൂന്നിയതും പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതവുമാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. റഷ്യൻ ക്രൂഡ് ഓയിൽ ബാരലിന് $3 മുതൽ $4 വരെ വിലക്കിഴിവാണ് റഷ്യ പ്രഖ്യാപിച്ചത്. ബ്ലൂംബെർഗ് പോലുള്ള പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബറിലും ഒക്ടോബറിലും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യുറാൾ ഗ്രേഡിൽപ്പെട്ട ക്രൂഡ് ഓയിലാണ് ഈ കിഴിവ് ലഭിക്കുക. യുഎസ് ഉപരോധങ്ങൾ കാരണം റഷ്യൻ ക്രൂഡ് ഓയിലിന് വിലക്കുറവ് ലഭിക്കുന്നുണ്ടായിരുന്നു. റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ അവരുടെ ഊർജാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യക്ക് ഈ വിലക്കിഴിവ് വലിയ നേട്ടമാണ് നൽകുന്നത്. ഇത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷത ഉറപ്പാക്കുന്നതിനും ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി ഇന്ത്യക്ക് യുഎസ് 50% ഇറക്കുമതി തീരുവ കഴിഞ്ഞ ആഴ്ച ചുമത്തിയിരുന്നു. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ലഭിക്കുന്ന പണമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതെന്നായിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു. ദേശീയ താൽപര്യമാണ് തങ്ങളുടെ എണ്ണ ഇറക്കുമതി നയങ്ങൾ തീരുമാനിക്കുന്നതെന്നും മികച്ച വില ലഭിക്കുന്നിടത്ത് നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ചൈനയുമായി ചേർന്ന് യുഎസിനെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ ഇന്ത്യ ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നതും. ഇതിന് ആക്കം കൂട്ടിക്കൊണ്ട് ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് വിശിഷ്ടമായ ബന്ധമാണെന്ന് മോദി അഭിപ്രായപ്പെട്ടത് ഈ നയതന്ത്രപരമായ നീക്കങ്ങളെ സാധൂകരിക്കുന്നു. അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ ഒരു ബഹുരാഷ്ട്ര കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളായും ഇതിനെ കാണാം. റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് സാമ്പത്തികവും നയതന്ത്രപരമായ താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എണ്ണ ഇറക്കുമതിയിൽ വലിയൊരു ശതമാനം റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് സാമ്പത്തികമായി ലാഭകരമായതുകൊണ്ട് തന്നെയാണ്. ഇന്ധനവില ഉയരുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെയും പണപ്പെരുപ്പത്തെയും പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ വിലക്കുറവിൽ എണ്ണ ലഭ്യമാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. അതേസമയം നയതന്ത്രപരമായ പ്രാധാന്യവും ഈ നീക്കങ്ങൾക്കുണ്ട്. ദീർഘകാലമായി റഷ്യ ഇന്ത്യയുടെ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയാണ്. അത്യാധുനിക ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും ഇന്ത്യക്ക് നൽകുന്നതിൽ റഷ്യക്ക് വലിയ പങ്കുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ബന്ധം ഉപേക്ഷിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള ബന്ധം വിപുലീകരിക്കാനും ശക്തമാക്കാനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ തന്ത്രപരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമാണ്. യുഎസ്, ചൈന, ഇന്ത്യ, റഷ്യ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ സങ്കീർണമാണ്. ഈ 4 ശക്തികൾ തമ്മിലുള്ള നയതന്ത്ര പോരാട്ടങ്ങളാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തെ നയിക്കുന്നത്. ചൈനയെ തങ്ങളുടെ പ്രധാന എതിരാളിയായി അമേരിക്ക കാണുമ്പോൾ റഷ്യയെ ഉപരോധങ്ങളിലൂടെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ സാഹചര്യങ്ങളെല്ലാം ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയാണ്. SCO ഉച്ചകോടിയിൽ കണ്ടത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ്. തങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ഈ സങ്കീർണമായ സാഹചര്യത്തിൽ റഷ്യയുടെ എണ്ണ വിലക്കിഴിവ് അമേരിക്കയ്ക്കുള്ള ഒരു മറുപടി തന്നെയാണ്. ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യവുമായി വ്യാപാര ബന്ധങ്ങൾ ഉറപ്പിച്ച് തങ്ങൾ ഒറ്റപ്പെട്ടവരല്ലെന്ന് റഷ്യ തെളിയിക്കുന്നു. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിലെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യൻ കമ്പനികൾ തുടങ്ങിയത് ഈ ബന്ധത്തിന് ആഴം വ്യക്തമാക്കുന്നു. ലോകം ഒരു പുതിയ ബഹുമുഖ ധ്രുവീകരണത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകൾ ഈ സംഭവങ്ങൾ നൽകുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പഴയ ഏകധ്രുവ ലോകത്തിൽ നിന്ന് മാറി വിവിധ കൂട്ടായ്മകളും ശക്തികളും ആഗോള നയതന്ത്രത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ നിലപാട് നിർണായകമാണ്. ആഗോള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തന്റെ രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ നേടുകയാണ്.